ഹായ് വ്യൂവേഴ്സ്, RJ തേര അവർ ട്രാവൽ പാർട്ട്ണറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതാണെങ്കിൽ എൻ്റെ ബർത്ത്ഡേയുടെ അന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ആണ്, കുറച്ച് കാര്യങ്ങൾ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളത്. അപ്പോൾ ഹസ്ബൻഡ് വന്നപ്പോൾ എനിക്ക് സർപ്രൈസ് ആയിട്ടൊരു കേക്കൊക്കെ ബുക്ക് ചെയ്തിട്ടാണ് വന്നത്. പറഞ്ഞില്ലായിരുന്നു കേക്ക് ബുക്ക് ചെയ്തിട്ടുണ്ടെന്ന്. അപ്പോൾ വീട്ടിൽ വന്നിട്ട് പറഞ്ഞ് നമുക്കൊരു കേക്ക് വാങ്ങിക്കാൻ പോകാം, ബർത്ത്ഡേക്ക് മുറിക്കാനെന്നും പറഞ്ഞുകൊണ്ട് ഞാനും അങ്കിത്തും അബി എല്ലാവരും കൂടെ പോയി. അവിടെ കടയിൽ ചെന്നപ്പോഴാണ് അറിയുന്നത് കേക്ക് ബുക്ക് ചെയ്തു, ഫോട്ടോ അയച്ചു കൊടുത്തു, പ്രിൻ്റൊക്കെ ആക്കി വെച്ചിട്ടുണ്ടെന്നുള്ളത്. അങ്ങനെ കേക്ക് അടിപൊളി കേക്കായിരുന്നു. ബട്ടർ സ്കോച്ചിൻ്റെ ആയിരുന്നു. പല പല ഡിസൈൻ ഉണ്ടായിരുന്നു, പല ഫ്ലേവറിൻ്റെയും ടേസ്റ്റിൻ്റെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ബട്ടർ സ്കോച്ച് ആയിരുന്നു പറഞ്ഞത്. അങ്ങനെ നമ്മൾ കേക്കൊക്കെ വാങ്ങിച്ച് അവിടെ ഭയങ്കര തിരക്കുള്ള ഷോപ്പാണ്. പലതരത്തിലുള്ള കുഞ്ഞു കുഞ്ഞു കേക്കുകളും ചോക്ലേറ്റ്സുകളും ഒക്കെ ഉണ്ട് ഇഷ്ടം പോലെ. അങ്ങനെ കേക്കൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ വരുന്ന വഴിക്കൊരു ട്രെൻഡ്സ് കണ്ട്. അപ്പോൾ അവിടെ കയറാമെന്ന് വെച്ചിട്ട് എന്തെങ്കിലും ഡ്രസ്സ് എടുക്കാമെന്നും പറഞ്ഞ് കയറിയതാണ്. പക്ഷേ തണുപ്പിൻ്റെയൊക്കെ കളക്ഷൻസ് ആയിരുന്നു, അധികം ഒന്നും ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് പിന്നെ നമ്മൾ എടുത്തതും ഇല്ലെങ്കിൽ പോരുന്നു. പിന്നെ ഒരു ജെല്ലിയുടെ മിഠായി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, ഗ്രേപ്സിൻ്റെ ഫ്ലേവർ. അത് നല്ലതായിരുന്നു. അങ്കിത്തിനും അങ്കിത്ത് കഴിച്ചില്ല, അബി കഴിച്ചു. അത് കഴിച്ച് തീർക്കുകയും ചെയ്തു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ തലേന്നാണ് നമ്മൾ പോയി കേക്ക് വാങ്ങിച്ചത്. 20-ാം തീയതി ആയിരുന്നു ബർത്ത്ഡേ. അങ്ങനെ ബർത്ത്ഡേക്ക് സാധാരണ എപ്പോഴും ഞാനിങ്ങനെ ഓർമ്മിപ്പിച്ചുകൊണ്ടേ ഇരിക്കും എപ്പോഴും, ബർത്ത്ഡേയാണ്, കേക്ക് വാങ്ങിക്കണം എന്ന്. അല്ലെങ്കിൽ കേക്ക് ഉണ്ടാക്കും ചെറുതായിട്ടൊന്ന്. അപ്പോൾ ഇപ്രാവശ്യം കേക്ക് വാങ്ങിക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ സർപ്രൈസ് ആയിട്ട് ബുക്കൊക്കെ ചെയ്ത് കൊണ്ടുവന്നതാണ്. ഞാൻ പറഞ്ഞു ഞാനൊരു ബർത്ത്ഡേക്ക് ഒരു കേക്ക് ഉണ്ടാക്കാം. അപ്പം പറഞ്ഞു വേണ്ട, കേക്ക് ഉണ്ടാക്കണ്ട, നമുക്ക് വാങ്ങിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ പോയി കേക്കൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന് തലേന്ന് രാത്രി തന്നെ വാങ്ങിച്ചുകൊണ്ട് വെച്ച കേട്ടോ. പിറ്റേന്നായിരുന്നു മുറിക്കാനുള്ളത്. പിറ്റേന്ന് തന്നെ അപ്പം കടയിൽ നിന്ന് പറഞ്ഞ് ഫോട്ടോ നിങ്ങളെന്നാൽ പിറ്റേന്ന് വെച്ചാൽ മതി എന്ന് പറഞ്ഞു. പിന്നെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ചിലപ്പോൾ അത് ഫെയ്ഡ് ആകുമെന്ന് പറഞ്ഞ് കളറൊക്കെ. അതുകൊണ്ട് നമുക്ക് കവറിനകത്ത് ഇട്ട് തന്നതേ ഉള്ളൂ. പിറ്റേന്ന് നമ്മൾ കേക്ക് മുറിക്കാൻ സമയമായപ്പോഴാണ് ഫോട്ടോ ഒക്കെ അതിനകത്ത് സെറ്റാക്കി വെച്ചത്. പക്ഷേ നമ്മൾ കേക്ക് മുറിച്ച് കഴിഞ്ഞിട്ട് ഫോട്ടോ എടുത്ത് മാറ്റിയിട്ടാണ് പിന്നെ കേക്ക് മുറിച്ച് കഴിച്ചത്. അത് കഴിക്കാൻ തോന്നിയില്ല. അവർ പറഞ്ഞ് എഡിബിളാന്ന് പറഞ്ഞ് കഴിക്കാൻ കൊള്ളാവുന്നതാന്ന് പറഞ്ഞു. പക്ഷേ നമ്മൾ കഴിച്ചില്ല കേട്ടോ, അത് വെള്ളത്തിയിട്ട് അലിയിച്ച് കളഞ്ഞു. അതുകൊണ്ട് ഫോട്ടോയും കൂടെ അല്ലേ വെച്ചേക്കുന്നത്, അതുകൊണ്ട് പിന്നെ മുറിച്ച് കഴിക്കേണ്ടെന്ന് വിചാരിച്ച് അങ്ങനെ കഴിച്ചില്ല. അങ്ങനെ കേക്കൊക്കെ അടിപൊളിയായിട്ട് ഞാനും പിള്ളേർ ഹസ്ബൻഡും മാത്രമേ ഉള്ളായിരുന്നു കേക്ക് മുറിക്കാൻ. അങ്ങനെ നമ്മൾ 4 പേരോടെ ചേർന്ന് കേക്കൊക്കെ മുറിച്ച്. ഞാൻ പറയായിരുന്നു, എനിക്ക് ഇവനോട് പറയാതെ സർപ്രൈസ് ആയിട്ട് എനിക്ക് കേക്കൊക്കെ കൊണ്ടു തന്നു എന്ന്. വീണ്ടും സർപ്രൈസ് ഉണ്ടായിരുന്നു. വാച്ച് വാങ്ങിച്ചുകൊണ്ട് വന്ന്, ചെരുപ്പും വാങ്ങിച്ചുകൊണ്ട് വന്നായിരുന്നു. എല്ലാ ബർത്ത്ഡേക്കും എന്തെങ്കിലും ചെറിയ ഗിഫ്റ്റ് വാങ്ങിച്ചു തരും. 2 വർഷം കഴിഞ്ഞ വർഷവും വാച്ചും അങ്ങനത്തെയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യവും വാച്ച് വാങ്ങിച്ചുകൊണ്ട് വന്ന്, ചെരുപ്പും വാങ്ങിച്ചു. അപ്പം അതും സർപ്രൈസ് ആയിരുന്നു, പറഞ്ഞില്ലായിരുന്നു. ഇവിടെ വന്ന് കണ്ടപ്പോഴാണ് അറിഞ്ഞത്. അങ്ങനെ നമ്മൾ കേക്കൊക്കെ സെറ്റാക്കി. പിറ്റേന്ന് ബർത്ത്ഡേയുടെ അന്ന് അങ്കിത്തും അബിയൊക്കെ സ്കൂളിൽ പോയിട്ട് വന്നിട്ടാണ് നമ്മൾ കേക്കൊക്കെ മുറിച്ചത്. അപ്പോഴത്തേക്കാണ് നമ്മൾ ആ ഫോട്ടോയും എടുത്ത് അതിനകത്ത് ഒട്ടിച്ചിട്ട് പിന്നെ കേക്ക് മുറിച്ചു. വൈകിട്ടാണ് നമ്മൾ കേക്ക് മുറിച്ചത്, ട്യൂഷൻ പിള്ളേർ വരുന്നതിന് മുമ്പിട്ട്. എന്നിട്ട് കേക്ക് മുറിച്ച് അങ്കിത്തും അബി എല്ലാവരും ഞങ്ങൾ മൂന്നും കൂടെ കേക്കൊക്കെ മുറിച്ച് ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പാടി കേക്ക് മുറിച്ച് കഴിഞ്ഞപ്പോൾ അബിക്കൊരു ചോദ്യം, അമ്മയ്ക്ക് എത്ര വയസ്സായി അമ്മേ, എത്രയും ക്ലാപ്പ് ചെയ്യാനാണ്. പിന്നെ അവൻ ക്ലാപ്പൊക്കെ ചെയ്ത് കേക്കൊക്കെ മുറിച്ച് അങ്കിത്തും അബി എല്ലാവരും അച്ഛനും ഒക്കെ കേക്കൊക്കെ തന്ന്. പിന്നെ നമ്മൾ ഫോട്ടോ അതിനകത്ത് നിർത്ത് മാറ്റി കേട്ടോ. ഫോട്ടോ മാറ്റിയിട്ടാണ് നമ്മൾ കേക്ക് ബാക്കി കട്ട് ചെയ്തത്. പിന്നെ വൈകിട്ട് നമ്മൾ അപ്പുറത്തും ഒക്കെ ഉള്ളവർക്ക് കേക്കൊക്കെ കട്ട് ചെയ്ത് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് വൈകിട്ട് നമ്മൾ പുറത്ത് പോയി കഴിക്കാൻ. അപ്പോൾ ആദ്യം ഒരു കേരള ഹോട്ടലുണ്ടായിരുന്നു അവിടെ, മലയാളി ദോശ മാത്രം കിട്ടുന്ന അവിടെ. അപ്പോൾ അവിടെ കയറിയപ്പോൾ അവിടെ ആളും പേരൊന്നുമില്ല. പിന്നെ നമ്മളങ്ങ് കേരള ഹോട്ടലിലോട്ട് പോയി. അവരുടെ തന്നെ ബ്രാഞ്ചാണ് മറ്റേത്. അവിടെ ചെന്നപ്പോൾ ആൾക്കാരൊന്നും അധികം ഇല്ലായിരുന്നു. അതുകൊണ്ട് പിന്നെ നമ്മൾ ഈ കേരള ഹോട്ടലിലോട്ട് മറ്റേ അവരുടെ മെയിൻ കടയിലോട്ട് പോയി. അവിടെ ചെന്ന് പിന്നെ പൊറോട്ടയൊക്കെ ഉണ്ടായിരുന്നു. കോഴിക്കോടുകാർ നടത്തുന്ന കടയാണ്. അപ്പോൾ അവിടെ ചെന്ന് പൊറോട്ടയും ചെറിയൊരു ക്വാർട്ടർ അൽഫാമും ഒക്കെ വാങ്ങിച്ച് പിന്നെ കഴിച്ചിട്ട് നമ്മൾ തിരിച്ചു പോരുന്ന രാത്രി. പിറ്റേന്ന് അവർക്ക് സ്കൂളിലൊക്കെ പോകണമായിരുന്നു. അപ്പം നമ്മുടെ ബർത്ത്ഡേ ദിവസം വീഡിയോ ഇത്രയേ ഉള്ളായിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണം, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.